ജിയാനയുടെ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ദുഃഖമുള്ള ഒരു കാര്യമാണ്. അതിൽ ജിയാന എന്ന് പറയുന്നത് ഈ കുമാരനല്ലൂർ ഇടവകേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു. അതിൻ്റെ അകത്ത് കൊയറിലും ഉൾപ്പെടെ എല്ലാ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും യുവദീപ്തിയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം വളരെ സജീവമായിട്ട് തന്നെയുള്ള പ്രവർത്തനമായിരുന്നു ജിയാന കാഴ്ചവെച്ചിരുന്നത്. അപ്പം ജിയാനയുടെ പേരൻസ് സൺഡേ സ്കൂളിലെ അധ്യാപകരായിരുന്നു. ഞാൻ നിലവിൽ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. കഴിഞ്ഞ 10-23 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ ശുശ്രൂഷ ചെയ്യുന്നുമുണ്ട്. അപ്പം ജിയാനയുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് തന്നെ എനിക്ക് അറിയാമായിരുന്നു. അപ്പം ജിയാനയുടെ സഹോദരങ്ങളും വളരെ സജീവമായിട്ട് തന്നെയായിരുന്നു സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യകാലം തൊട്ട് തന്നെ ഇടപെട്ടിരുന്നത്. ഇപ്പം ഈ സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ജിയാനയുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ ഇട സമയങ്ങളിൽ കിട്ടുമ്പോഴേക്കും സൺഡേ സ്കൂളിനൊരാവശ്യമുണ്ട് എങ്കിൽ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വിശ്വാസോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയങ്ങളിലാണെങ്കിലും കുട്ടികൾക്ക് ഡാൻസും അത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്നതിന് ഒരു സഹായമായിട്ട് എപ്പോഴും ജിയാന ഉണ്ടായിരുന്നു. ജിയാനനെ ചിരിക്കുന്ന മുഖമായിട്ടല്ലാതെ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഇടയ്ക്കെങ്കിലും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന പല കുട്ടികളെയും കാണാറുണ്ടെങ്കിലും ജിയാനയുടെ കാര്യത്തിൽ എപ്പോഴും ചിരിക്കുന്ന മുഖം മാത്രമാണ്. അത് അധ്യാപകർ എന്നുള്ള ഇതിൽ ഞങ്ങളോടൊന്നും മാത്രമല്ല, അതിൻ്റെ അകത്ത് സഹപാഠികളോടാണെന്നുണ്ടെങ്കിലും മറ്റ് SMIMലെ കുട്ടികളോടാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ചിരിക്കുന്ന പ്രസന്നതയോടുകൂടി തന്നെയായിരുന്നു ജിയാനയുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടമുണ്ടായ ആ ഒരു നിമിഷം തൊട്ട് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ജിയാനയുടെ ഒപ്പമായിരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ജിയാനയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞങ്ങൾ വികാരി അച്ഛൻ ഓരോ സമയങ്ങളിലും അത് അപ്ഡേഷന് ഇടുന്നുണ്ടായിരുന്നു. കാരണം എല്ലാ ആൾക്കാരും ഇടവകയിലെ എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ ഇപ്പോൾ ജിയാനയുടെ അവസ്ഥ എന്താണ്, ബെറ്റർ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എല്ലാവരും വളരെ ആകുലതയോടുകൂടി തന്നെയായിരുന്നു. ജിയാനയുടെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു തീരാ ദുഃഖം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജിയാന യഥാർത്ഥത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരു മാതൃകയായിട്ട് തീർന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അതിൻ്റെ അകത്ത് എനിക്കൊന്നും ഒരു പരിധിവരെയെങ്കിലും അതിൻ്റെ അകത്തൊരു ജീവിക്കുന്ന വിശുദ്ധയായിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം ജിയാന. ഒത്തിരിയേറെ കുട്ടികൾക്ക് ഏഞ്ചൽസ് ആർമി വഴിയായിട്ട് അതിൻ്റെ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോഴേക്കും ജിയാനയുടെ സപ്പോർട്ട് വഴിയായിട്ട് വിശ്വാസത്തിലേക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് ഒരു വലിയ കൈത്താങ്ങ് തന്നെയായിരുന്നു. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഒരു തുണയായിട്ട്, എല്ലാവർക്കും പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് ആയിരുന്നു ജിയാനയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും.